ഈ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും എല്ലാം ഒരു മാർഗം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അറിഞ്ഞു വേണം നാം പ്രാർത്ഥിക്കുവാൻ. നമ്മിലെ കർമ്മത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത്. ഈശ്വരൻ എന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലെ നെഗറ്റീവായിട്ടുള്ള ഊർജം നശിച്ചുകൊണ്ട് നമ്മിലെ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടും. അതല്ലെങ്കിൽ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയുടെ അളവ് വളരെയധികം കുറയുവാൻ തുടങ്ങും. അത് വളരെ ഗ്രാജുവലായിട്ട് വളരെ പതുക്കെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. നാം സ്ഥിരമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് നമ്മളിൽ സംഭവിക്കുക. ഇതിലൂടെ നമ്മളിലെ കർമ്മം അത് ശുദ്ധീകരിക്കപ്പെടും. നമ്മിലെ ഈ നെഗറ്റീവ് ഊർജമാണ് നമ്മുടെ മനസ്സിലേക്ക് ദുശ്ചിന്തകൾ, മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടും നമുക്ക് നേട്ടം നേടണം എന്ന ചിന്തയൊക്കെ ജനിപ്പിക്കുന്നത് നമ്മിൽ ഈ നെഗറ്റീവ് ഊർജത്തിന്റെ തോത് വളരെ കൂടി നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മിലെ ആ നെഗറ്റീവ് എനർജിയുടെ തോത് കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുവാനുള്ള ഒരു മനസ്സില്ലാതായി തീരും. ഇതാണ് നമ്മിൽ സംഭവിക്കുന്ന മാറ്റം. പ്രാർത്ഥനയിലൂടെ നാം എത്തിച്ചേരുന്നത് ഇതിലേക്കാണ്. ഇനി ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുറച്ച് പറമ്പ് കൊണ്ടുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറമ്പിൽ പോയി കിളയ്ക്കാനൊക്കെ പോയിട്ട് അതിൽ നിന്നും എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നിരിക്കട്ടെ. അദ്ദേഹം രാവിലെ ഉണർന്ന്, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉണർന്ന് അദ്ദേഹത്തിന്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജോലിക്കായി ഇറങ്ങും. മൺവെട്ടിയും എടുത്ത് അദ്ദേഹം പറമ്പിലേക്ക് ഇറങ്ങി. അത് പൂർത്തിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതിൽ നിന്നും എന്താണോ ലഭിക്കുന്നത് അതുകൊണ്ട് സുഖമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ ദ്രോഹിക്കണമെന്നൊരു ചിന്ത അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് വേറെ ആരെയും പോലെ ആവണമെന്നില്ല. അദ്ദേഹത്തിന് ഒരു മോഹവുമില്ല. അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പറമ്പിലിറങ്ങി അധ്വാനിക്കുന്നു. അതിൽ നിന്നും എന്താണോ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. ഈ മനുഷ്യന് ഒരു അമ്പലത്തിലും പോകേണ്ടതില്ല, ഒരു പ്രാർത്ഥനയുടെയും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നാം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ഒരു മഹായോഗിയുടെ അവസ്ഥയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒരു യോഗിയുടെ മാനസികാവസ്ഥയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മശുദ്ധീകരണം, അതിനു വേണ്ടിയിട്ടാണ് നാം ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു മാർഗം മാത്രമാണ്. ഈശ്വരനും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ കർമ്മശുദ്ധീകരണത്തിനുള്ള വെറും മാർഗം മാത്രമാണ് എന്ന് തിരിച്ചറിയുക.